നിനക്കൊരു കമ്പനി ഇല്ലാതെ ബോറടിക്കാണല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് മനസ്സിലാവുക നീ എന്നെ ട്രാപ്പ് ചെയ്യാണെന്ന്. പഞ്ചാര വാക്കം പറഞ്ഞ് കേക്ക് മുറിച്ച് നീ ഒരു നാടകം നടത്തുക. ഒന്നുകിൽ നിന്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്നെ ഇരയാക്കണം, അതല്ലെങ്കിൽ ഏതോ ഒരു ഘട്ടത്തിൽ എന്നെ തീർക്കണം. അയ്യേ ചേ എന്തൊക്കെയാ നന്ദി നീ പറയുന്നേ? നീ ഇനി അഭിനയിക്കേണ്ട പ്രകാശേ. മുമ്പ് നിന്റെ ആഗ്രഹം സാധിക്കാത്തോണ്ട് പാവം മീരെ കൊന്നുകളഞ്ഞ ദുഷ്ടനാണ് നീ. അതിന്റെ ബാക്കി എന്നോട് തീർക്കാനാ നിന്റെ നീക്കം. മടുത്തു എനിക്ക്. അതെ, നിനക്ക് മടുത്തുനിന്ന് എനിക്ക് മനസ്സിലായി. ആ, ഈ ഒറ്റയ്ക്കിരുന്നാലേ ആരും ജീവിതമേ വെറുക്കും. ആ, ഈ ജയിലിലാണെങ്കിൽ കുറെ പുള്ളികൾ ഒരു സെല്ലിലാണെങ്കിൽ വർത്തമാനം പറഞ്ഞും വഴക്കൂടിയൊക്കെ സമയം അങ്ങ് പോകും. ആ, പക്ഷെ ഏകാന്ത തടവായാലോ, ആ അത് ഭ്രാന്ത് പിടിക്കും. എന്താ നീ ഏകാന്ത തടവില്ല? നിന്റെ ഈ ഒറ്റപ്പെടലൊന്ന് മാറ്റാൻ ഞങ്ങൾ വേറൊരു തടവുകാരന് കമ്പനി തരാം. എന്താ അതുപോലെ? നീ എന്തൊക്കെ ഭ്രാന്താടാ ഈ പറയുന്നേ? നീ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ നോക്കുകയല്ലേ? നന്ദന്റെ മാനസികാവസ്ഥയെ എനിക്കറിയാം. വീട്ടുകാരെ കാണാതിരിക്കുക, ആ അവർക്കെന്ത് സംഭവിച്ചെന്ന് അറിയാതിരിക്കുക, ആകെ സമനിലേറ്റി പോവും. നന്ദനെ കുറിച്ച് അറിയാതെ നന്ദന് വേണ്ടപ്പെട്ടവരും വിഷമിച്ചിരിക്കുകയായിരിക്കും. പോട്ടെ നന്ദ, വിഷമങ്ങളൊക്കെ നമുക്ക് മറക്കാം. നന്ദന്റെ നിമിഷങ്ങൾ രസമുള്ളതും സമാധാനമുള്ളതും ആക്കാൻ വേണ്ടി നന്ദന് ഞാനൊരു സുഹൃത്തിനെ തരാം. പ്ലീസ് വെയിറ്റ്. എനിക്ക് ആരുടെ കൂട്ട് വേണ്ട. വേണം നന്ദ. ഈ ഏകാന്തമായ മനസ്സുകൾ ചെകുത്താന്റെ ഇരിപ്പിടമാണെന്നോ മറ്റൊരു ചൊല്ലുണ്ടല്ലോ. നന്ദൻ മാലാഖയല്ലേ? ഏയ്, മാലാഖയുടെ മനസ്സിൽ സാത്താൻ കയറാൻ പാടില്ല. ആ, അതിന് ഞാൻ സമ്മതിക്കില്ല. നമുക്കേ വഴിയുണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. ആ, ഒരു കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.